ഇന്ന് ഞാൻ കറുത്തുപോയ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷുവിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു മധുരം വേണമെന്നൊക്കെ തോന്നിയാൽ ഇതേപോലെ ചെയ്താൽ മതി. ഞാനിവിടെ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കും കേട്ടോ പഴത്തിൻ്റെ അളവ്. അങ്ങനെ ഇതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ പഴുത്ത പഴമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ കൊണ്ട് ചെയ്തെടുത്താൽ. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു വെറുതെ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആണ് കേട്ടോ. ഞാനിവിടെ 1.5 അച്ച് ശർക്കര എടുക്കുന്നുണ്ട്. അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 അച്ച് ശർക്കര എടുക്കാം. പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവില്ല, അപ്പം അതിനനുസരിച്ച് ശർക്കര എടുക്കട്ടോ. അപ്പോൾ ശർക്കര ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് നമുക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നെയ്യ് ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഇത് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ ഈ ഒരു നെയ്യ് കടന്നിട്ട്. പഴം നല്ലോണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. മട്ടരിൻ്റെതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് വറക്കാത്ത അവിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ആ തേങ്ങൻ്റെ അകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശർക്കര പാനിയും അതുപോലെ തന്നെ അവിലും തേങ്ങയും എല്ലാം കൂടി ഒന്നായിട്ടിട്ടിട്ട് നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം. കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ. വെള്ളം നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഴം നല്ലോണം മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്താകുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഇനി ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഉടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ലോണം ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുങ്ങനെ ഒന്ന് ആ പഴമൊന്ന് എല്ലാ ഭാഗത്താകുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണെന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയി കാണാം കേട്ടോ.